ഈ കാണുന്ന സാധനം ആർക്കെങ്കിലും പരിചയമുണ്ടോ? അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി വണ്ടി എടുത്തിരിക്കുന്നു. ബാക്കി കറക്കം വണ്ടിയിൽ. ഈ മീൻ സൗദിയ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇരിക്കുന്നതെല്ലാം സിഗരറ്റ്സ് ആണ് കേട്ടോ. നമ്മുടെ കടയിൽ സമൂസ വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ സിഗരറ്റ് വെച്ചിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്നത് മോട്ടോർ സ്കൂട്ടർ റെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹായ് ബ്രോ, നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഫുള്ള് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് വെച്ചിട്ട് വേണം റെൻ്റ് എടുക്കാൻ. അതായത് തിരിച്ചു വരുമ്പോൾ നമ്മൾ സ്ക്രാച്ചായി അത് മിസ്സിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് നമുക്കിതിൽ സംഭവങ്ങൾ വരും. അത് നമ്മൾ പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ വന്നാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. സോ ആ കാര്യം മറക്കണ്ട. 2 ദിവസത്തേക്ക് 1400 രൂപയായി ഇന്ത്യൻ റുപ്പീസ്, അതായത് 700 രൂപ വെച്ച്. ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 24 hours അങ്ങനെയാണ്. നമ്മൾ ടോട്ടൽ 48 മണിക്കൂറിലേക്ക് വേണ്ടി വണ്ടി എടുത്തു. ബാക്കി നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് പാസ്പോർട്ടും ID കാർഡും അവർ ഫോട്ടോ എടുത്ത് കോപ്പി എടുത്ത് വെച്ചു. ഒരു ID-യുടെ ഒരു കോപ്പി ഇവിടെയും വെച്ചു. ശരിക്കും നമ്മൾ ഈ സ്കൂട്ടറും റെൻറ്റിനെടുത്ത് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്തോനേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയും, ഇന്തോനേഷ്യയിൽ മാത്രമല്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയും, ഏകദേശം 2 ലക്ഷത്തോളം പേർക്ക് ഒരേ സമയം നിന്ന് നമസ്കരിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ കപ്പാസിറ്റിയുള്ള ഇന്തോനേഷ്യയുടെ ഐക്കൺ കൂടിയായ മസ്ജിദ് ഇസ്തിഖ്ലാലിലേക്കാണ്. ഇസ്തിഖ്ലാൽ എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് എന്നാണ് അർത്ഥം. നിങ്ങളിപ്പോൾ ഈ വിഷ്വൽസിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയും വേൾഡിലെ തന്നെ 9ാമത്തെ ലാർജസ്റ്റ് പള്ളിയുമായ മസ്ജിദ് ഇസ്തിഖ്ലാൽ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ആ ചർച്ച് ഓപ്പോസിറ്റ് നേരെ നോക്കിയാൽ ഇസ്തിഖ്ലാൽ മസ്ജിദ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യയുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇന്തോനേഷ്യൻ ഗവൺമെൻറ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പള്ളിയും കാണുന്നത്. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന വലിയ കാത്തലിക് ചർച്ചും അതുമാത്രവുമല്ല, നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന, ഫാമിലി എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ പ്രെയർ ടൈം ആകുമ്പോഴേക്കും അവർ 2 ദിശകളിലേക്ക് 2 സ്ഥലങ്ങളിലേക്ക് മാറിയാണ് നമസ്കരിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് അദ്ദേഹം പറഞ്ഞത് ഇത് സൗദി ഗവൺമെൻറ് ഇവിടെ ഗിഫ്റ്റ് കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഹറമിൻ്റെ, അതായത് സൗദിയിലെ മക്ക കാബയുടെ മുമ്പിൽ, ഡോറിൻ്റെ മുമ്പിൽ കാണുന്ന ആ ഒരു ക്ലോത്ത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് സ്വർണ്ണത്തിൻ്റെ നൂല് കൊണ്ട് നിർമ്മിച്ചതാണ്. എത്രയോ നാൾ ടൈം എടുത്തിട്ട് ഒരുപാട് പേര് ചേർന്നാണ് ഈ കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്. അത്രയും ഗോൾഡൻ നൂലിൽ നിർമ്മിച്ച നിർമ്മിതിയാണിത്. കുറച്ച് കാലം മുമ്പ് വരെ ഈജിപ്തിനായിരുന്നു ഈ ക്ലോത്ത്, അതായത് കാബയുടെ കില്ല എന്ന് പറയും, ആ കാബയ്ക്കുള്ളിലിടുന്ന ആ തുണി, കാബയ്ക്കുള്ളിലല്ല, കാബയുടെ പുറത്തിരുന്ന തുണി നിർമ്മിക്കാനുള്ള അതിനുള്ള ഓർഡർ അവരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ സൗദിയിൽ തന്നെയാണ് അവർ നിർമ്മിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ, പിന്നെ ഇത് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. 17ഓളം വർഷങ്ങളെടുത്തിട്ടായിരുന്നു ഈ പള്ളി അവർ നിർമ്മിച്ചത്. അതുമാത്രമല്ല, ഇന്നും 2 ലക്ഷത്തോളം പേർക്ക് ഒരേ സമയം നിന്ന് നമസ്കരിക്കാൻ പറ്റിയ കപ്പാസിറ്റി പള്ളിയിലുണ്ട്. പ്രെയർ ടൈം ആകുമ്പോൾ സ്ത്രീകളെല്ലാം അപ്പർ സൈഡിലോട്ടും പുരുഷന്മാരെല്ലാം ഇപ്പുറത്തെ സൈഡിലോട്ടും വരും. പിന്നെ വേറൊരു കാര്യം, ഇവിടെ അങ്ങനെ മുസ്ലിംസിന് മാത്രമേ അകത്ത് കയറാവൂ അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരു എൻട്രി റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അകത്ത് കയറാം. കൈയും കാലും ഒക്കെ വൃത്തിയായിട്ട് കഴുകി ശുദ്ധിയായിട്ട് നമുക്ക് അകത്ത് കയറുന്നതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നു. ആ എക്സിബിഷൻ കാണാൻ വേണ്ടിയുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. പവർ ബാങ്ക് റെൻ്റൽ സ്റ്റേഷനാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്യുക, എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ പവർ ബാങ്ക് നമുക്ക് റെൻ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള പവർ ബാങ്ക് സ്റ്റേഷനാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച എക്സിബിഷൻ്റെ അകത്ത് കയറാൻ പറ്റി. അല്പം ക്യൂ നിന്നിട്ടെന്തെങ്കിലും കയറാൻ പറ്റി. السلام عليكم ورحمة الله. الحمد لله. كيف الحال؟ الشيخ مبارك. حياك الله. عندهم يعطونك تصريح ويشرحون لك على المعرض بشكل كامل. حياكم الله جميعا. شكرا جزيلا. والمعرض شارح نفسه ترى موجود كل شيء مكتوب بالانجليزي وبالعربي وبالاندونيسي. هذه كل مجانية صح؟ مجاني. نعم. شكرا. നിങ്ങൾക്കെല്ലാം നടന്ന് കാണാം. അത് മാത്രമല്ല എല്ലാം ഫ്രീ ആണ്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സൗദി അറേബ്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളും, അതുമാത്രമല്ല അവിടെ വിസിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഖുർആനും കൊടുക്കുന്നുണ്ട്. അതിന് അവർ ജാതിയോ മതമോ ഒന്നും ചോദിക്കുന്നില്ല. നമ്മുടെ പേരോ കാര്യങ്ങളോ ജാതിയോ മതമോ ഒന്നും ചോദിക്കാതെ അവിടെ ചെന്ന് ആവശ്യമുള്ളവർക്ക് ഖുർആൻ മേടിച്ചുകൊണ്ട് പോകാം. അങ്ങനൊരു സംഭവം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സൗദിയിൽ ഇങ്ങനെ ഖുർആൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ മറ്റൊരു രാജ്യത്ത് സൗദി ഗവൺമെൻറ് വന്ന് നേരിട്ട് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്.
നമ്മളത് പ്രതീക്ഷിച്ചല്ല ഇവിടെ വന്നത്. നമ്മളിപ്പോൾ കണ്ട എക്സിബിഷൻ മെയ് 3-ാം തീയതി വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ എക്സിബിഷനും ഈ ഖുർആൻ ഹദിയ പരിപാടികളൊന്നും കാണത്തില്ല. 2025 മെയ് 3-ന് മുമ്പ് വരികയാണെങ്കിൽ ഈ എക്സിബിഷൻ കാണാനും ഫ്രീ ആയിട്ടുള്ള ഖുർആൻ കിട്ടാനൊക്കെ കിട്ടും. ഇതിന് ജാതി മത ഭേദമന്യേ ഇവർക്ക് എല്ലാവർക്കും പ്രവേശനമാണ്. ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചിട്ടല്ല നമ്മളെ അകത്ത് കയറ്റി വിടുന്നത്. സോ നല്ലൊരു വിസിറ്റ് ആയിരുന്നു. ഇപ്പോഴും നല്ല തിരക്കാണ് അകത്ത്. അങ്ങനെ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് നേരെ അപ്പുറത്ത് കാണുന്നതാണ് കാത്തലിക് ചർച്ച്. കാത്തോലിക് കാത്തഡ്രൽ എന്നാണ് ഈ ചർച്ചിനെ അറിയപ്പെടുന്നത്. ഇത് ജക്കാർത്തയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചാണെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല ഈ ഇന്തോനേഷ്യയിൽ ഏകദേശം മുസ്ലിംസ് ആണല്ലോ ഏറ്റവും കൂടുതൽ അധികമുള്ളത്. അതിൽ കഴിഞ്ഞാൽ 11% പിന്നെയുള്ള അടുത്ത വലിയ റിലീജിയൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാവരും നല്ല മതസൗഹാർദ്ദത്തോടു കൂടിയാണ്, വളരെ നമ്മുടെ നാട്ടിലേക്കാൾ മതസൗഹാർദ്ദത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന് തോന്നിപ്പോൾ കണ്ടാൽ. ഇവിടെ ആൾക്കാരോട് ചോദിച്ചാലും അവർ അത് തന്നെയാണ് പറയുന്നത്. അത് ഒരു അത്ഭുതമാണ്. അതുമാത്രമല്ല ഈ പള്ളിയുടെ നിർമ്മിതി അത് ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വലിയൊരു അൽത്താരയും ഒരുപാട് തടി കൊണ്ടുണ്ടാക്കിയ കുറേ നിർമ്മിതികളും പഴയ സ്റ്റൈലിൽ നിർമ്മിച്ചതായതുകൊണ്ട് ചുമരിലൊക്കെ ഒരുപാട് കൊത്തുപണികളും ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രസംഗപീഠങ്ങളും ഒരുപാട് പേര്. അത് നമ്മൾ വേറൊരു പ്രത്യേകിച്ച് കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മൾ നേരത്തെ വന്നിരുന്ന മസ്ജിദിൽ അത്രയും ക്രൗഡിനിടയ്ക്ക് തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ഈ ചർച്ചിലേക്ക് വന്നപ്പം ക്രൗഡേ ഇല്ലായിരുന്നു. ഒരു ശാന്തമായ അന്തരീക്ഷം, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തിരക്കിയപ്പം പ്രെയർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. മുസ്ലിമുകളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന അടിപൊളി ഒരു സ്ഥലമാണ് ഈ ഇന്തോനേഷ്യ. അതിൽ ജക്കാർത്തയിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് മതസ്ഥരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.